സന്തോഷം. ഇനി വലിയ ഓഡിയൻസിലേക്ക് എത്തട്ടെ. സാഹസം മോഡല്ല, ചിരി മോഡാണ്. എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഓഡിയൻസിന്റെ റെസ്പോൺസ് ആയിരുന്നു, അവരുടെ എനർജി ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്പിരിറ്റിന് ഇത് വന്നത്. ഇത്രയും പറഞ്ഞ ഡബിൾ കോൺഫിഡൻസിൽ പോയി നമ്മൾ പറയും ധൈര്യമായിട്ട് സാഹസത്തിന് വരാം. നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. വെൽക്കം. എല്ലാവരും കാണണ്ട. ആ ഫെസ്റ്റിവലാണ്, മൊത്തം ഫെസ്റ്റിവലാണ്. പാട്ട്, ഡാൻസ്, അടി, ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര സുഖമാണ്. ആ വരുന്നുണ്ട്. എല്ലാവരും റംസാനെ കൊടുക്കും. പാട്ട് കേട്ടില്ലേ? അത് ഭയങ്കര വൈബല്ലേ? അടിപൊളി പടമാണ്. നല്ല സൂപ്പർ പാട്ടെല്ലാം ഭയങ്കര ഹിറ്റാണ്. മ്യൂസിക്കൽ ഹിറ്റായിരിക്കും. പെർഫോമൻസ് എല്ലാം ആക്ഷൻ കോമഡി ഒരു ഫെസ്റ്റിവൽ ടൈപ്പാന്ന് പറഞ്ഞാൽ അതെ അതെ. ടീവിയൊക്കെ അടിപൊളിയാണ്. നല്ല ക്യാരക്ടറാണ്. റംസാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കണ്ടിരിക്കാവുന്ന നല്ലൊരു പടം. കൊള്ളാം. മൊത്തത്തിലൊക്കെ നന്നായിട്ട് ചെയ്തു. മൂവിയാണ്. ആ അത്യാവശ്യം അടിച്ച് പൊളിക്കാവുന്നൊരു പരിപാടിയാണ്. മൊത്തത്തിലൊരു ഫണ്ണാണ് പരിപാടി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സിനിമ എങ്ങനെയായിരിക്കും ഫാമിലി ഓഡിയൻസിന് യൂത്ത് ആയിരിക്കും? ഫാമിലി ഓഡിയൻസിന് കുഴപ്പമില്ല. ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ചിരി ഉണ്ടായിരുന്നു. സൈഡിൽ നിന്നവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പരിപാടി. അടിപൊളി പടം. ആഡിൽ പറഞ്ഞോണം തന്നെ ഹൊറർ ആൻഡ് ഹ്യൂമർ അടിപൊളിയായി ബ്ലെൻഡ് ചെയ്ത് ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ സൂപ്പർ പടം. ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രേക്ഷകരൊക്കെ ഒരുപാട് ഫുള്ളി പാക്ഡ് എൻ്റെ കയ്യിൽ. ചിരിക്കാനുണ്ട്. നല്ല ഫാമിലിയാണ്, ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. ഒത്തിരി ത്രൂ ഔട്ട് ഫണ്ണാണ്. ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയുള്ളത്? എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. റംസാനെ ആണെങ്കിലും പിന്നെ ഭഗത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാഹസം ഒരു സാഹസയോ? സാഹസം എങ്ങനെയുണ്ട്? പൊളി മൂഡ്. ഓണം മൂട് പൊളിക്കോ? പിന്നെ അടിച്ചു കളിക്കൂലേ? പടം വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ ചെയ്യാറ്. അപ്പം നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല കയ്യടി ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കംപ്ലീറ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ഷനും കോമഡിയും റൊമാൻസും മൊത്തത്തിലെല്ലാം വർക്കായി എന്നുള്ളൊരു ഫീലിംഗ് വന്നു ഇന്നത്തെ ഷോ കഴിഞ്ഞ്. ഇപ്പോഴും ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എങ്ങനെ പോകും എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. ഇത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ട് ഞങ്ങളോട് എന്താ പറയുക തിയേറ്ററിലോട്ട് വരും എന്ന് ഡിപ്പെൻഡ് ചെയ്യും പലതും. ഇനി എല്ലാവരും ഓഡിയൻസിൻ്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കുകയാണ്. നല്ലതായിരുന്നു. നല്ലോണം ചിരിക്കാനുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞേ എല്ലാവരും ഒന്നിനോടൊന്ന് വെച്ചോണേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരാന്ന് പറയാൻ പറ്റുമോ? നല്ലതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ശരിക്കും പൊളിച്ചു. നന്നായിട്ട് ചിരിയാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കുറേ പുസ്തകങ്ങളുണ്ട്. ഇല്ല, ഒരു ഡൗട്ടില്ല. അതെനിക്കൊന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. ചിലരൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞൊക്കെ കയറിയാണ്. അതൊന്നും പിന്നെ കാണണം. തുടക്കം മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്സായിട്ട് ഇതൊക്കെ കാണും. എത്തിയെങ്കിൽ സന്തോഷം. പ്രേക്ഷകർ കാണട്ടെ, അവർ പറയട്ടെ. നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെപ്പോഴും നല്ലതായിരിക്കുമല്ലോ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയപ്പം നമ്മുടെ പ്രേക്ഷകർ കുറേ പേര് അല്ലെങ്കിൽ കണ്ട എല്ലാവരും തന്നെ വന്ന് കൊള്ളാം, പരിപാടി കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇനി വലിയ ഓഡിയൻസിലേക്ക് എത്തട്ടെ. സാഹസം മോഡല്ല, ചിരി മോഡാണ്. എല്ലാം ഉണ്ടല്ലോ. ചിരി നമ്മൾ ഇൻ്റർവ്യൂ പറഞ്ഞ തരത്തില്ലേ, ചിരിയുണ്ട്, റൊമാൻസ് ഉണ്ട്, സാഹസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തട്ടെ. എന്തായാലും ഈ ഓണം സാഹസം കൊണ്ടുപോട്ടെ. ഏത് മൂഡ്? സാഹസം മൂഡ്. താങ്ക്സ് റാ. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഓഡിയൻസിന്റെ റെസ്പോൺസ് ആയിരുന്നു, അവരുടെ എനർജി ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്പിരിറ്റിന് ഇത് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരി, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമായോ പടം? ഇത്രയും പറഞ്ഞ ഡബിൾ കോൺഫിഡൻസിൽ പോയി നമ്മൾ പറയും ധൈര്യമായിട്ട് സാഹസത്തിന് വരാം. നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനും കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഉണ്ട്. വെൽക്കം. കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം പറഞ്ഞ സാഹസം മോഡല്ല, ചിരി മോഡാണ് പടം അല്ലേ? അടിപൊളി. ഭയങ്കര സന്തോഷം. വൈകുന്നേരം അറിയും കറക്റ്റായിട്ട്. ഹാപ്പിയാണ്.
പിന്നെ അത് ഏത് ഞാൻ അവൻ്റെ അടുത്ത് ചുമ്മാ പറഞ്ഞത്. പിന്നെ എന്താ അത്യാവശ്യം കോഴിത്തരമില്ലാത്ത ആരുണ്ട്? ഹാപ്പിയാണ്. ഇനിയിപ്പം ധൈര്യമായിട്ട് ഞങ്ങൾ കോളേജ് പ്രൊമോഷനൊക്കെ ഉണ്ട്, അവിടെ പോയി കുറച്ചും കൂടി ധൈര്യമായിട്ട് പറയാം. കാരണം പ്രേക്ഷകരാണ് കറക്റ്റായിട്ടുള്ള വിധികർത്താക്കൾ. അവരുടെ പോയിരുന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ സാഹസം. ഇത്രയും നാൾ കോളേജ് പ്രൊമോഷനൊക്കെ പോകുമ്പോൾ നല്ല സിനിമയായിരിക്കും കാണണമെന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ പോകുമ്പോൾ അല്ല, നമ്മളിപ്പോഴും നമ്മൾ ബയാസ്ഡായിരിക്കും, നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും. കാരണം എന്താ നമ്മൾ പലതും പ്രേമത്തിൽ തന്നെ നമ്മൾ പലതും വിചാരിച്ച സ്ഥലത്ത് വെറുതെ സാധാരണ പറഞ്ഞ സ്ഥലത്തൊക്കെ ചിരി വന്നു. അപ്പോൾ നമുക്ക് എവിടെയാണ് ചിരി വരുന്നത്? ഇത് ചിരിക്കാൻ വേണ്ടി ഒരു ഹ്യൂമറായിട്ടുള്ള സീൻ ചെയ്യുമ്പോൾ അവിടെ ചിരിക്കുമോ അതോ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ചിരിക്കുമോ? ഇതൊക്കെ എപ്പോഴും ഡൗട്ടുകളുണ്ടാവും നമ്മുടെ മനസ്സിൽ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ A to Z അറിയാവുന്നതുണ്ട്. പക്ഷെ അത് ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രേക്ഷകരാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് സംഭവം എന്നുള്ളത്. കാരണം അവർ ഒരു മുൻവിധിയോടുകൂടിയല്ല വരുന്നത്. അവർ സാധാരണ വരുന്നു, അവർ ചിരിക്കുന്നു, അവർക്ക് പ്രമോഷൻ കിട്ടുന്നു, കൈയടിക്കുന്നു. അത് അവരറിയാണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വിധി. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, പല സംശയങ്ങളും ഇപ്പോൾ എനിക്കിപ്പോൾ എല്ലാ പടത്തിലും ആദ്യത്തെ പടത്തിൻ്റെ നേരം തൊട്ടുള്ള ടെൻഷൻ എനിക്ക് എല്ലാ പടത്തിലും ഈ പടത്തിലും ഉണ്ട്. ഇനി എത്ര പടം കഴിഞ്ഞാലും മാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മമ്മൂക്കയുടെ ചോദിച്ചാൽ മമ്മൂക്ക ഇത് തന്നെ പറയും. ഇതെല്ലാ അഭിനേതാക്കൾക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു ചെറിയ ജഡ്ജ്മെന്റ് ഉണ്ടാവും നമുക്ക്. പക്ഷേ കൺഫ്യൂഷൻ ആയിരിക്കും കൂടുതൽ. അത് പ്രേക്ഷകരാണ് നമുക്കത് മാറ്റി തരേണ്ടത്. ഈ ഷോയിൽ ഭയങ്കര 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 ഹാപ്പിയാണ്. ഇനി മാറി, ഇനി ധൈര്യമായിട്ട് ഊണ് കഴിക്കാം. അവസാനം ഈ പടത്തെ പറ്റി കോളേജസിലും ഇൻ്റർവ്യൂസിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ഇതിലൊക്കെ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. നോർമൽ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനം, സന്തോഷം, ചിരിയോടുകൂടി സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന സാഹസം മാറുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നല്ല റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. നോർമൽ ഓഡിയൻസിൻ്റെ ഇനി അറിയണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. അത് എല്ലാവരും റൊമാൻസിന് അപ്പുറം ഭയങ്കര ഫൈറ്റും ആസ്വദിച്ചു റംസാൻ്റെ. അങ്ങനെ എല്ലാവരും പറഞ്ഞു പ്രിയദർശൻ സാറിൻ്റെ സിനിമയും അങ്ങനെയൊക്കെ തോന്നി നായകനെ പോലെ. താങ്ക് യു. അല്ലാതെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവരുടെയും എഫോർട്ടുള്ളൊരു പടമാണ്. ഒരിക്കലും നായകൻ്റെ കഥയോ അല്ലെങ്കിൽ നായികയുടെ കഥയായിട്ടുള്ളൊരു പടമല്ല. ഈ ബാബുച്ചേട്ടനും നരയൻ ചേട്ടനും എനിക്കും കൂടെ പോകുന്ന ഹരി, കാർത്തി എല്ലാവരുടെയും കഥയാണ്. എല്ലാവർക്കും പറയാൻ കഥകളും. അതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പടം പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ബിബിൻ അശോകൻ ചേട്ടൻ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും പില്ലറാണ്. കാരണം ചേട്ടൻ അത്രയും എഫർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഓണം കൂടായാലും അപ്പോൾ തൊട്ട് ചേട്ടൻ നമുക്ക് വന്ന റിസൾട്ട് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇത് ഓഡിയൻസിലേക്ക് എത്താനുള്ള മ്യൂസിക്സാണ് ഇതൊരു നന്നായിട്ട്. മച്ച് റെസ്പെക്ട് ടു ഹിം ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പടത്തിൽ പുള്ളിയുടെ കൂടി പടമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ചിന്തിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആലോചിക്കുന്നത് അതുപോലും ഇല്ലാത്തൊരു ജോണറിൽ നിന്നാണ് ഈ പടം എനിക്ക് വന്നത്. സോ എൻ്റെ ഫസ്റ്റ് തോട്ട് ഇതേ മിസ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനത്തെ പടം ഇനി ഈ അടുത്തൊന്നും വരില്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. സോ അത് മിസ് ചെയ്തതെന്നായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. കാര്യം നന്നായിട്ട് വന്നു, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ സപ്പോർട്ട് ചെയ്യുക. ഞാനിതിൽ ചെറിയൊരു റോളും ചെയ്തിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദി മൂവി. റംസാൻ്റെ അനീതിയാണ്. പക്ഷെ നല്ല രസമായിരുന്നു. എനിക്ക് എല്ലാവരുടെയും ഗെറ്റപ്പും അവരുടെ ക്യാരക്ടറൈസേഷനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ടുകളും അടിപൊളി, മ്യൂസിക്കും എവറിത്തിങ് വാസ് താങ്ക് യു. സാഹസം ഓണം തൂക്കുമോ? തൂക്കുന്നാണ് എൻ്റെ ആഗ്രഹം, അതിൻ്റെ പ്രാർത്ഥന, അതിൻ്റെ എല്ലാം സാധനം പടത്തിലുണ്ട്. ഇനി ബാക്കി ഓഡിയൻസും സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിലോട്ട് വരണം. ഒരു ഓണം മൂഡ് തന്നെയാണ് പടം. ഏത് മൂഡെന്നാണ് എല്ലായിടത്തും. ഞങ്ങൾ പോകുന്ന കോളേജിലും എല്ലാം നല്ല വൈബുണ്ട്. അതുപോലെ തന്നെ പടവും നല്ല വൈബുണ്ട്. നോക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നി? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഫിംഗേഴ്സ് ക്രോസ്ഡ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിന് സന്തോഷം. അതേ റംസാൻ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഭയങ്കര സന്തോഷം റംസാൻ അത് ചെയ്തു. റംസാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കണ്ടിരിക്കാൻ. എങ്ങനെയാണ് പോലെ സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? വെടിവെച്ചൊക്കെ അതിന്റെ ലാസ്റ്റിൽ നരയൻ
അവനാ വെടിയച്ചെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ആ പൊളി. റംസാനോട് എന്തെങ്കിലും പറയണ്ടോ? അല്ല റംസാന്റെ കൂടെ ഫോട്ടോ എടുത്ത്. ആ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു പടം എങ്ങനെയുണ്ടായിരുന്നു? പൊളി ചെയ്യണം. ഒരു രക്ഷയില്ല. ആ ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച്. മസ്റ്റ് വാച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ ഇതില്? റംസാൻ. അത് ഡാൻസ് ആണോ കോമഡി ആണോ എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട റംസാൻ്റെ ഇതില്? ഫൈറ്റ്. ഓ അടിപൊളി ഫൈറ്റ് ഒക്കെയാ. ഓക്കേടാ. കാണണം. കോമഡിയാണ്. പടം എല്ലാവരും നന്നായിട്ട് ചെയ്യും. റിയലായിട്ട് പറയാനുള്ളത് സിനിമ പോയി കാണും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ വെറുതെ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞതല്ല. സാധാരണ നമ്മളിപ്പോൾ ഒരു കോമഡി കാണുകയാണെങ്കിൽ ഒരു മീറ്റർ നിൽക്കും, പിന്നെ ഒന്ന് ഡൗൺ ആവും, പിന്നെ കയറും, അങ്ങനെയാണ്. ഇത് നമുക്ക് ഒരേ മീറ്റർ പിടിച്ച് പോകും. ഒരിക്കലും നമുക്കൊരു അയ്യോ എന്നുള്ളൊരു ഫീൽ വരില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഇതും അടുത്തടുത്ത സീക്വൻസ് നമുക്കത് ടച്ച് ചെയ്ത് നമ്മൾ ഫുൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പടമാണ്. അല്ലാണ്ട് നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് പിന്നെ ശോകം, അങ്ങനത്തെ പരിപാടിയില്ല. നമുക്ക് ഗ്യാരണ്ടി കൂടി പറയാം. അത് നമ്മുടെ പാട്ട് ഓണം മൂഡ് പാട്ടുണ്ടല്ലോ, ആ പാട്ട് പറഞ്ഞ പോലെ തന്നെയാണ്. ഓണത്തിന് പറ്റിയ മൂഡ് സിനിമയാണ്. ശരിക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് പറ്റിയൊരു മൂവി. എല്ലാ ഫാമിലി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ചിരിക്കാനും നമ്മൾ തിയേറ്ററിലേക്ക് വരുന്ന തന്നെ മെയിൻലി നമുക്ക് നമ്മുടെ മറ്റുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു റിലാക്സിങ് മൂഡാണ്. നന്നായിട്ട് സന്തോഷിക്കാം, ചിരിക്കാം, എല്ലാ എലമെൻസും ആഡ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ഏത് തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചുള്ള മൂവിയാണ്? അതെ എല്ലാവർക്കും കാണാൻ ഫണ്ണാണോ? സോങ്സ് ഉണ്ട്, നല്ല അടിച്ചുള്ള സോങ്സ് ഉണ്ട്. ബാബു ആന്റണീൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല ഫൈറ്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് പോയി കാണാം പണം പോയി. ഇപ്പൊ പഴയ സിനിമകളിലേക്ക് കണ്ടു, നമ്മൾ 90s കണ്ടത് നല്ല ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ അതെ, പറ്റാത്ത. നമുക്ക് ഒരുപാട് ഒരു ഗാങ്സ്റ്റർ മൂവി അല്ലെങ്കിൽ കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ബാബുരാജ് ചേട്ടൻ ഒരു ത്രൂ ആയിട്ട് കുറേ കാലത്തിന് ശേഷം ഒരു ത്രൂ ആയിട്ട് ബാബുരാജ് ചേട്ടൻ നമ്മൾ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ അത് വർക്കൗട്ടായി.